ഇവിടെ ആദ്യം മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അപ്പാടെ പൊളിയുന്ന ഒരു സാഹചര്യം പിന്നീട് നമ്മൾ കണ്ടതാണ്. ആദ്യം പറഞ്ഞത് KSRTC ബസ് സൈഡ് തന്നില്ല എന്നുള്ളത്, പിന്നീടാണ് ഓവർ സ്പീഡ് പറയുന്നത്. അതിനുശേഷം ബസ്സിന് കുറുകെയിട്ട് വട്ടം പിടിച്ചതിന് ശേഷം ലൈംഗിക ചേഷ്ട എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു തെളിവായിരുന്നു ഈ മെമ്മറി കാർഡ്. കാരണം ബസ്സിനകത്ത് സച്ചിൻ ദേവ് MLA കയറുന്നുണ്ട്. അദ്ദേഹം അതിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ബസ് ഡ്രൈവറോട് ആക്രോശിക്കുന്നത്. സഹയാത്രക്കാരോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ മേയർക്കും സച്ചിൻ ദേവ് MLAക്കും തികച്ചും പ്രതികൂലമായ ഒരു നിർണായക തെളിവാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അതിൽ നിന്ന് മാറ്റിയത് തന്നെയല്ലേ? അതിന് മേൽനോട്ടം വഹിക്കാൻ ഭരണതലത്തിലോ അല്ലെങ്കിൽ അധികാര തലത്തിലോ ഉണ്ടായ ഒരു ഇടപെടൽ കൂടി ഇതിൽ എടുത്തു കാണിക്കേണ്ടതല്ലേ? 100% അങ്ങനെ തന്നെയാണ് നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാനേ നിവർത്തിയുള്ളൂ. കാരണം മേയറോട് ഉന്നയിച്ചിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. മേയർക്കെതിരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു, ലൈംഗികമായിട്ടുള്ള ചിഹ്നങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ആ വീഡിയോ റെക്കോർഡിംഗ് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ KSRTC ബസ്സിനുള്ളിൽ 3 ക്യാമറകളാണുള്ളത്. ഒന്ന് ഡ്രൈവറുടെ പിന്നിൽ നിന്ന് പുറകോട്ട് യാത്രക്കാരെ കാണിക്കുന്ന ക്യാമറയുണ്ട്, മുന്നിൽ നിന്ന് റോഡിലുള്ള മറ്റു വാഹനങ്ങളെ കാണിക്കുന്ന ക്യാമറയുണ്ട്, അതേപോലെ തന്നെ ഈ കോക്പിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രൈവറെയും കണ്ടക്ടറും ഇരിക്കുന്ന സീറ്റിലുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്ന ഒരു ക്യാമറയുണ്ട്. ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിലെ ക്യാമറ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആംഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഈ പറയുന്ന 4 വണ്ടികളിൽ ക്യാമറ ഫിറ്റ് ചെയ്തു, ബാക്കി 3 വണ്ടികളിലും ക്യാമറ ഉണ്ട്. ഈ വിവാദമായിട്ടുള്ള വണ്ടിയിൽ മാത്രം ക്യാമറ എങ്ങനെയാണ് ഇല്ലാണ്ടായത്? ഇത് ഡ്രൈവർ KSRTC ഡിപ്പോയിൽ ഇത് ഏൽപ്പിച്ചതിന് ശേഷം ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണല്ലോ ചെയ്തത്. അതിനുശേഷം ഡ്രൈവർക്ക് ഈ ക്യാമറയുടെ മുകളിൽ ആക്സസ് കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മെമ്മറി കാർഡ് ഡ്രൈവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് KSRTCയുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് ഈ ക്യാമറ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടപ്പെട്ടു? പോട്ടെ, മെമ്മറി കാർഡ് പരിശോധിക്കാൻ മുന്നേ അവസരം ഉണ്ടായിരുന്നു. ഇതിന് മുൻപത്തെ ദിവസം പോലീസിന് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു. നോക്കൂ, ഇതൊരു മാധ്യമം ഈ ബസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് വരെ KSRTC പറഞ്ഞില്ല ഇതിനുള്ളിൽ വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം. പോലീസ് പറഞ്ഞില്ല ഇതിനുള്ളിൽ വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി KSRTC റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ KSRTC ഈ വീഡിയോ പരിശോധിച്ചില്ല. ആ വീഡിയോനെ പറ്റി KSRTCയുടെ റിപ്പോർട്ടിലൊന്നും പറയുന്നില്ല. പോലീസ് ഈ വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് വരെ ഇതിനുള്ളിൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ള കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ല. അതായത് ഈ കാര്യം ബോധപൂർവ്വം ഹഷപ്പ് ചെയ്യാൻ, ഈ കാര്യം ബോധപൂർവ്വം കവറപ്പ് ചെയ്യാനുള്ള ശ്രമം ആദ്യം തൊട്ടേ നടന്നിരുന്നു. പിന്നീട് മാധ്യമങ്ങളിലൂടെ ഈ വിവരം പുറത്തു വന്നപ്പോ ദുരൂഹമായിട്ട് ഈ പറയുന്ന മെമ്മറി കാർഡും ഈ ദൃശ്യങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇവിടെ താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള, തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ അത്താണിയെ ആരാണ് എടുത്തു കളയുന്നത്? സ്റ്റേറ്റിന്റെ സംവിധാനമാണ് എടുത്തു കളയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കത്തിൽ അധികാരവും സ്ഥാനവും പദവിയും ഉള്ള ആളുടെ കൂടെ സ്റ്റേറ്റിന്റെ സംവിധാനങ്ങൾ കൂടിയിട്ട് ഈ ദുർബലനായിട്ടുള്ള ആൾക്കെതിരെ നിൽക്കുകയാണ്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി, ഈക്വൽ ട്രീറ്റ്മെന്റ് ബിഫോർ ലോ, നിയമത്തിന്റെ തുല്യമായിട്ടുള്ള പരിഗണനയ്ക്ക് അധികാരമുള്ള 2 മനുഷ്യരിൽ ഒരാളോട് സ്റ്റേറ്റ് നടത്തുന്ന വിവേചനമാണ് ഇതിലത്തെ ഏറ്റവും വലിയ നീതികേട്. ഇവിടെ പറഞ്ഞു ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന്. എന്താണ് നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ ബേസിക് പ്രിസംഷൻ? ഒരാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ അയാൾ നിരപരാധിയാണെന്നാണ്. ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി, അയാൾ കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ നിരപരാധിയാണ്. ഇവിടെ ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇയാൾ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. പക്ഷേ CPM പ്രതിനിധി അല്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ പറയുന്നത് കോടതി നിരപരാധിയാണെന്ന് വിധിച്ചാലും അയാൾ കുറ്റക്കാരനാണെന്നുള്ളതാണ്. ഈ ഇന്ത്യൻ നിയമത്തിന്റെ പ്രിസംഷന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് CPMന്റെ നേതാക്കന്മാർക്കെതിരെ വരുമ്പോൾ കോടതി നിരപരാധിയാണെന്ന് വിധിച്ചാൽ പോലും ആളുകൾ അപരാധിയായിരിക്കും. ഈ ന്യായപ്രകാരമാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ക്രിമിനൽ കേസുകളില്ലേ? ധാരാളം ക്രിമിനൽ കേസുകൾ ഉണ്ടല്ലോ. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ കേസുകളില്ലേ? സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ എന്താ പറയാ, ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ നിർണായകമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചു എന്നതിന്റെ പേരിൽ കേസില്ലേ? ഇതെല്ലാം കോടതി വിട്ടതിന്റെ പേരിലാണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, KSRTC പോലും ഒരു പൊതുവിടത്തിൽ ജോലിക്കൊരാളെ നിയമിക്കണമെങ്കിൽ ഇയാളുടെ ക്രിമിനൽ ആന്റിസിഡൻസ് പരിശോധിച്ചിരിക്കണമെന്ന് ചട്ടമുണ്ട്. കൃത്യമായിട്ട് കുറ്റകൃത്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇത്രയും ആളുകളുടെ ജീവൻ കയ്യിൽ കൊടുക്കുന്ന ഡ്രൈവറുടെ പോലത്തെ ഒരു ജോലി ഏൽപ്പിക്കാൻ സാധിക്കില്ല. അതിന് മുമ്പായിട്ട് ക്രിമിനൽ പോലീസ് വെരിഫിക്കേഷൻ നടത്തും. പോലീസ് വെരിഫിക്കേഷനിൽ ഇയാൾ കുറ്റവാളി അല്ല, ഇയാൾക്ക് ക്രിമിനൽ സ്വഭാവം ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇയാളെ ജോലിക്ക് എടുക്കാറുള്ളൂ. ഈ പറയുന്ന പോലീസ് വെരിഫിക്കേഷനും ക്ലിയറൻസും കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും ഈ പറയുന്ന പോലെ ഇയാൾ കോടതിയിൽ നിന്നും നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ട്. ഇയാൾ അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളല്ലെന്ന് തെളിയിച്ച് ജോലിക്ക് കയറിയിട്ടുള്ള ആളാണ്. ആ ആളെ പറ്റിയിട്ട് ഇപ്പൊ ഇവർ പറയുന്നത് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നതാണ്. ഇതിനെന്ത് ന്യായമാണുള്ളത്?